الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിന്ന് സൂറത്ത് യൂനുസിലെ 54, 55, 56 ഒരുപാട് വിശദീകരണമില്ലാതെ അർത്ഥം ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن لكل نفس ظلمت ما في الأرض لافتدت به وأسروا الندامة لما رأوا العذاب وقضي بينهم بالقسط وهم لا يظلمون. ألا إن لله ما في السماوات والأرض ألا إن وعد الله حق ولكن أكثرهم لا يعلمون. هو يحيي ويميت وإليه ترجعون. ولو أن لكل نفس ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ ലലമത് അന്യായം പ്രവർത്തിച്ച അക്രമം ചെയ്ത ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവർ കൊതിക്കും. അതാണ് വല്ലൗ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മാഫിൽ അർദി ഭൂമിയിലുള്ളതൊക്കെയും ലഫ്തദത് ബിഹി അതിനെ അവർ പിഴയൊടുക്കും, അതുകൊണ്ടവർ പിഴയൊടുക്കും, പ്രായശ്ചിത്തം നൽകും അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകും. വാസറുൻ നദാമ അവർ ദുഃഖത്തെ ഖേദത്തെ ഒതുക്കി വെക്കും, രഹസ്യമാക്കും. ലമ്മ റഅൗൽ അദാബ ശിക്ഷ നേരിൽ കാണുമ്പോൾ. വഖുളിയ ബൈനഹും അവർക്കിടയിൽ വിധിക്കപ്പെടും, തീരുമാനമെടുക്കപ്പെടും. ബിൽ ഖിസ്തി നീതിപൂർവം. വഹും ലാ യുളമൂൻ അവരോട് അന്യായം ചെയ്യപ്പെടുന്നതല്ല, അവരോട് അക്രമമൊന്നും ഉണ്ടാവുകയില്ല. അല അറിയുക, ഇന്നലില്ലാഹ് തീർച്ചയായും അള്ളാഹുവിൻ്റേതാണ് മാഫിസ് സമാവാതി വൽ അർളി ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെ. അല അറിയുക, ഇന്ന വഅദല്ലാഹി ഹഖുൻ അള്ളാഹുവിൻ്റെ താക്കീത് അത് സത്യം തന്നെയാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ പക്ഷേ അവരിലെ അധിക പേരും മനസ്സിലാക്കുന്നില്ല, കാര്യം ഗ്രഹിക്കുന്നില്ല. ഹുവ യുഹ്യീ അവനാണ് ജീവിപ്പിക്കുന്നത്. വയുമീത്തു അവൻ തന്നെയാണ് മരിപ്പിക്കുന്നത്. വഇലൈഹി തുർജഊൻ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. ഒന്നുകൂടെ അർത്ഥം പറയും. വലൗ അന്ന ലികുല്ലി നഫ്സിൻ ളലമത് അക്രമം പ്രവർത്തിച്ച ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ മാഫിൽ അർളി ഭൂമിയിലുള്ളതൊക്കെയും ലഫ്തദത് ബിഹി അതുകൊണ്ട് ആ നഫ്സ് ആ ആത്മാവ് പിഴയൊടുക്കും, എന്നിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും. വഅസറുൻ നദാമത ലമ്മ റഅൗൽ അദാബ ശിക്ഷയെ കാണുമ്പോൾ അവർ തങ്ങളുടെ ഖേദത്തെ, നദാമത്തിനെ, സങ്കടത്തെ രഹസ്യമാക്കും അല്ലെങ്കിൽ ഉള്ളിലൊതുക്കും. വഖുളിയ ബൈനഹും ബിൽ ഖിസ്ത് അവർക്കിടയിൽ നീതിപൂർവം വിധി പറയപ്പെടും, തീരുമാനമെടുക്കപ്പെടും. വഹും ലാ യുളമൂൻ അവർ അന്യായം ചെയ്യപ്പെടുന്നവരാവുകയില്ല, അവരുടെ അന്യായം ഉണ്ടാവുകയില്ല. അല അറിയുക, ഇന്ന ലില്ലാഹി തീർച്ചയായും അള്ളാഹുവിൻ്റേതാണ് അല്ലെങ്കിൽ അള്ളാഹുവിനുള്ളതാണ് മാഫിസ് സമാവാതി വൽ അർള് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതൊക്കെയും. വഹും ലാ യുളമു അല ഇന്ന വഅദല്ലാഹി ഹഖുൻ അല അറിയുക, ഇന്ന വഅദല്ലാഹി ഹഖുൻ അള്ളാഹുവിൻ്റെ താക്കീത് അത് യാഥാർത്ഥ്യമാണ്, അത് സത്യമാണ്. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ പക്ഷേ അവരിലെ ഭൂരിഭാഗവും അത് മനസ്സിലാക്കുന്നില്ല. ഹുവ യുഹ്യീ വയുമീത്തു അവനാണ് ജീവിപ്പിക്കുന്നത്, അവൻ തന്നെയാണ് മരിപ്പിക്കുന്നതും. ഇലൈഹി തുർജഊൻ അവനിലേക്കു തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നതും. ഇതേ കാര്യം പരലോകത്ത്
ശിക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലാണ് തങ്ങളുള്ളത് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്. സ്വർഗത്തിൻ്റെ ലിസ്റ്റിൽ ഞങ്ങളില്ല എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വെപ്രാളുണ്ട്. ഇപ്പം നമ്മൾ ഈ വോട്ടർ ലിസ്റ്റ് സമഗ്ര പുതുക്കൽ നടന്നല്ലോ. അപ്പോൾ അതിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരുടെ ഒരു ബേജാറുണ്ടായിരുന്നു. കാരണം എന്താ, ഇത് പൗരത്വത്തിൻ്റെ രേഖയായി സ്വീകരിക്കപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്ന് അല്ലേ, അങ്ങനെയായിരുന്നല്ലോ മാധ്യമങ്ങളും നേതാക്കന്മാരൊക്കെ പറഞ്ഞിരുന്നു. ഒരുപക്ഷെ അങ്ങനെ ആവാം. അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വോട്ടവകാശമില്ലാത്തവരെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള പ്രക്രിയ തുടങ്ങും. സ്വാഭാവികമായും ബേജാറാകും. സ്വന്തം നാട്ടിൽ പൗരത്വമില്ലെന്നറിയുകയും പൗരത്വമില്ലാത്തവരെ അതിർത്തിയിലേക്ക് നാട് കടത്തുമെന്ന് ചെയ്താൽ എന്ന് വെച്ചാൽ അയാൾ മരിച്ചു എന്നതിൻ്റെ അർത്ഥം. അവിടെയും പൗരത്വം ഇല്ലല്ലോ. അതേമാതിരി വിചാരണയൊക്കെ കഴിഞ്ഞ് തങ്ങളുടെ പേര് സ്വർഗത്തിലുള്ളവരുടെ കൂട്ടത്തിലില്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബേജാർ, അത് ഈ NRC ആയിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ലത്. അത് അല്പം കൂടി ഗുരുതരമാണ്. ഇത് പല പരിഹാരമാർഗങ്ങളും സർക്കാർ തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. നമുക്ക് മേലധികാരികളെ സമീപിക്കാം, കലക്ടറെ സമീപിക്കാം, അതിൻ്റെ അപ്പുറം സംസ്ഥാന ഭരണാധികാരിയെ സമീപിക്കാനൊക്കെ, പിന്നെ കോടതിയെ സമീപിക്കാം. പക്ഷേ അവിടെ തീരുമാനമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ ഒരു അപ്പീൽ കോടതി ഇല്ല. അത് അവിടെ ചെന്നിട്ട് അറിഞ്ഞിട്ടോ, അവിടെ ചെന്ന് വിധി തീരുമാനമായിട്ടാണ് അറിയുക. പിന്നെ ഖേദിച്ചിട്ട് കാര്യമുണ്ടോ? അത് എവിടുന്ന് അറിയണം? ഇവിടുന്ന് ദുന്യാവെന്ന് അറിയണം. ദുന്യാവെന്ന് അത് ഉൾക്കൊള്ളണം. അതിനെ പറ്റിയാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. ഇത് നമ്മൾ സൂറത്ത് അൽ-ബഖറയിലെ 48-ാമത്തെ ആയത്തിലും 123-ാമത്തെ ആയത്തിലും പഠിച്ചത്. വേണമെങ്കിൽ 48 ഓർമ്മ പുതുക്കണം, നല്ലതാണ്. നമ്മളിങ്ങനെ ഖുർആൻ പഠിക്കുമ്പോൾ ഓതുമ്പോൾ ബോധം ഉണ്ടാവാനേ. 48-ാമത്തെ ആയത്ത് എന്ന് പറയുമ്പോൾ ഏഴാമത്തെ പേജിൻ്റെ അവസാനത്തെ ആയത്ത്. അതേ കാര്യം 123-ലും ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വിവിധ സന്ദർഭങ്ങളിലാണ്. ആവർത്തനം എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തലാണ് വിവിധ സന്ദർഭങ്ങളിൽ. ഇവിടെ പറഞ്ഞത് വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ കരുതിയിരുന്നു കൊള്ളുക, ഒരു ദിവസത്തെ കരുതിയിരിക്കുക. ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ഷൈഅൻ, ഒരാളും മറ്റൊരാൾക്ക് ഒരു ഗുണവും ചെയ്യൂല. വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ, ശുപാർശ സ്വീകരിക്കപ്പെടില്ല. വലാ യുഖദു മിൻഹാ അദ്ലു, നഷ്ടപരിഹാരം പ്രായശ്ചിത്തം, അതും പിഴ, അതും സ്വീകരിക്കപ്പെടില്ല. വലാഹും യുൻസറൂൻ, സഹായത്തിനോടുണ്ടാവില്ല, സഹായിക്കപ്പെടുകയില്ല. അതാണ് ദിനം. അതിനെ കരുതി ഇരുന്നോളി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പല സ്ഥലങ്ങളിൽ 123 അൽ-ബഖറയിൽ 123 തന്നെ പദങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ആൽ ഇംറാനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൂറത്ത് സുമറിൽ വരുന്നുണ്ട്. ഇത് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയം. ഓതിപ്പോയാൽ മതിയാവില്ല അതൊന്നും. അത് ഓതിപ്പോയാൽ, അങ്ങനെ ഓതിപ്പോയാൽ പിന്നെ എന്താ അർത്ഥം അതിനുള്ളത്? അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ നമ്മളെ താക്കീത് ചെയ്യാം. നമുക്കത് താക്കീതാണെന്ന് പോലും അറിയാതിരിക്കുക. പിന്നെന്തിനായി താക്കീത്? എന്തിനാ അല്ല അങ്ങനെ താക്കീത് ചെയ്യണത്? ആ കെണി ചെന്ന് ചാടാതിരിക്കാനാ? ആ നരകത്ത് ചെന്ന് പെടാതിരിക്കാനാ? അതിന് അത് പറയുകയാണെന്ന് പോലും അറിയാതിരുന്ന് നമ്മൾ ഖുർആൻ ഓതുന്ന വിധത്തിൽ നമുക്കൊരു ഓത്തുണ്ടല്ലോ, അങ്ങനെയല്ല നമ്മളെ പഠിപ്പിച്ചിരിക്കണം. അത് മതിയെന്നല്ല. എങ്ങനെയത് മതിയാവുന്നത്? അത് മതിയായ ഈ ബോധം ഉണ്ടാകും. അതിനല്ലേ നമ്മളെ സമുദായത്തിന് ഇത്രയും അന്തക്കേടുണ്ടാവുന്നത്. ഒന്നും പഠിപ്പിച്ചു കൊടുക്കൂല. പഠിപ്പിച്ചു കൊടുക്കുന്നത് അതിനോട് സമ്മതിക്കൂല. ഇങ്ങനെ ഓതിക്കോളി എന്നാണ് എല്ലാ ആൾക്കാരും. സർക്കുലർ പാർട്ടികളൊക്കെ റമളാനിൽ സർക്കുലർ അയക്കും. ഖുർആൻ ഒരാവർത്തി മുഴുവൻ ഓതണം. മതിയോ? അതുകൊണ്ട് നമ്മളെ മനസ്സിന് ഈമാനിന് വർധനയുണ്ടാകും. ഖുർആൻ ഓതിയ ഈമാൻ വർദ്ധിക്കണ്ടേ? ഈമാൻ വർദ്ധിക്കണമെങ്കിൽ പറയുന്ന കാര്യം ഉൾക്കൊള്ളണ്ടേ? ഇവിടെ നോക്കി, ഇവിടെ എത്ര ഗൗരവമായിട്ട് പറഞ്ഞു. വലവ് അന്നലി കുല്ലി നഫ്സിന്, ഓരോ ജീവനും അല്ലെങ്കിൽ ഓരോ ആത്മാവിനും ഉണ്ടായിരുന്നുവെങ്കിൽ വലമത്ത്, അവർ അക്രമം ചെയ്തിട്ടുണ്ട്. എന്താ അക്രമം? ദുനിയാവിൽ ഷിർക്ക് ചെയ്തിട്ടുണ്ട്. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ട വിധം ആരാധിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സ്വീകരിച്ച് പാലിച്ച് ജീവിച്ചിട്ടില്ല. അങ്ങനെയുള്ളതാണ് ഉൽമ പറഞ്ഞാൽ. അല്ലാതെ ഒരുപാട് അന്യായങ്ങൾ, സാമ്പത്തികമായോ സാമൂഹികമായോ വ്യക്തിപരമായോ ഒക്കെ ഒരുപാട് അന്യായങ്ങളും അക്രമങ്ങളും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജീവിച്ച് മരിച്ചു പോയവരാണ് വലമത്ത് മാഫിൽ അർളി, വലി കുല്ലി നഫ്സിൻ വലമത്ത്, അക്രമം ചെയ്ത്. ആരോടാണ് ഈ അക്രമം? മറ്റുള്ളവരോടല്ല. ഞാൻ ചെയ്യണ അക്രമം എന്നോട്. ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ നോമ്പെടുത്തിട്ടില്ലെങ്കിൽ, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുകയും ഇബാദത്ത് ചെയ്യുന്നില്ലെങ്കിൽ,
അതേമാതിരി ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നോക്കുക, എന്നാലും ആത്യന്തികമായി അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഞാൻ. അതാണ് വലവ് വർണ്ണലി കുല്ലി നഫ്സി വലമത്ത്, അന്യായം ചെയ്ത ഓരോരുത്തർക്കും ഉണ്ടായിരുന്നുവെങ്കിൽ മാഫിൽ അർളി, ഭൂമിയിലുള്ളതൊക്കെ. ഭൂമി എത്ര വിശാലത ഉള്ളതാണ്! ഈ ഭൂമിക്ക് മുകളിൽ അല്ലാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും സാമ്പത്തികമായ വലുപ്പം എത്രയാണ്! അത് മുഴുവൻ നോക്കുക. നമ്മൾ ദുബായ് ഒക്കെ കാണാറില്ല, എന്താണ് അവിടുത്തെ ഒരു സൗകര്യങ്ങൾ സൗന്ദര്യമൊക്കെ? മലേഷ്യ, യൂറോപ്പ്, പല രാജ്യങ്ങളും എന്തൊരു സൗകര്യമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു ആഡംബരമാണ്, എത്ര സാമ്പത്തികമായ ഭദ്രതയാണ്! ഇതൊക്കെ ഒരാൾക്ക് കിട്ടുക. എന്നാൽ ലഫ്തദത് ബിഹി, എന്നിട്ട് അപ്പം നഫ്സ്, ഈ ആക്രമിക്കപ്പെട്ട, അന്യായം ചെയ്ത, തെറ്റ് ചെയ്ത, പാപ്പിയായി മരണപ്പെട്ട ആ നഫ്സ് എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ തരാം, ഇതൊക്കെ ഞാൻ നഷ്ടപരിഹാരമായി, പ്രായശ്ചിത്തമായി, പിഴയായി കൊടുക്കാം, പക്ഷെ എനിക്കൊന്ന് രക്ഷപ്പെട്ടാൽ മതി. എവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി? നരകത്തുനിന്ന്. അസറു നദാമ, അപ്പോൾ ഒരു സങ്കടമൊക്കെ ഉള്ളിലൊതുക്കും. ലമ്മ റഔൽ അദാബ, ആ ശിക്ഷ അവർ കാണുമ്പോൾ. നദാമത്ത് എന്ന സങ്കടം, അസറാനെ ഉള്ളിലൊതുക്കിയെന്ന, രഹസ്യമാക്കിയെന്ന. ലമ്മ റഔൽ അദാബ, ശിക്ഷ കാണുമ്പോൾ, വിചാരണ കഴിഞ്ഞ് ഇടത് കയ്യിൽ എങ്ങാനും ആ ഗ്രന്ഥം ലഭിച്ചാൽ, ഇടത് കയ്യിലാണ് നിർഭാഗ്യവശാൽ ലഭിക്കുന്നതെങ്കിൽ പിന്നെ രക്ഷയില്ല എന്നാ. അപ്പോൾ ആയതുകൊണ്ട് അള്ളാഹിനോട് തേടുക, അള്ളാഹ് വലത് കയ്യിൽ ഗ്രന്ഥം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടുത്തണം. അതാണ് പറഞ്ഞത്. അത് നമുക്കറിയാലോ അതിൻ്റെ ഗൗരവം. വാപ്പാക്കും ഉമ്മാക്കും വാപ്പാക്കും ഒന്നും മക്കളെ സഹായിക്കാൻ പറ്റില്ല. ഇവിടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഒന്നുകിൽ ഉമ്മാനോട് പറയാം, അല്ലെങ്കിൽ ഇപ്പാനോട് പറയാം. അവരെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിക്കൊള്ളും. ഇനി നമ്മളെ വാപ്പാരെ ശരീരം പ്രായമൊക്കെ ആയിട്ട് അവശതയിലാണെങ്കിൽ ചെറുപ്പക്കാരായ മക്കളോടുണ്ടെങ്കിൽ പറയാം, മോനെ ഒന്ന് സഹായിക്കും ഇന്ന വിഷയത്തിൽ. ഭർത്താവിനോട് പറയാം, ഭാര്യയോട് പറയാം. പക്ഷേ അവിടെ എല്ലാവരും പരസ്പരം കയ്യിടും. മോനെ ഉപ്പാക്ക് കയ്യില്ല കേട്ടോ, ഉപ്പാക്ക് ഉപ്പാൻ്റെ തന്നെ ഉണ്ട്, അവനവൻ്റെ കാര്യം അവനവൻ നോക്കും. അതാണ് ലഫ്തദത് ബിഹി വഅസറു നദാമത ലമ്മാ റഔൽ അദാബ. ഇത് ഖുർആൻ പല ഭാഷയിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വഖുളിയ ബൈനഹും ബിൽ ഖിസ്ത്. ഖിസ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഖിസ്ത് പറഞ്ഞാൽ നീതി എന്നാണ്. അതിലൊന്നും നീതിക്ക് നമ്മൾ അർത്ഥം പറയില്ല. അതിൽ തന്നെ യഥാർത്ഥത്തിൽ അർത്ഥം തുല്യത എന്നാണ്. രണ്ടും നീതിയുടെ ഭാഗങ്ങൾ. ഖിസ്ത് എന്ന നിലപാട് തന്നെ ഖിസ്ത്, നീതിപൂർവ്വം. നീതിയോടെ വിധി കൽപ്പിക്കപ്പെടും, തീരുമാനമെടുക്കും. അന്യായം ഉണ്ടാവില്ല. ചെയ്ത നന്മ ഒന്നും അല്ലാഹു തആല പാഴാക്കൂല. പാഴാക്കുന്ന ഏർപ്പാട് ഇവിടെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അമല് സ്വീകരിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അമല് പാഴാക്കാതെ നോക്കുക എന്നുള്ളതും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന അമല് സ്വീകരിക്കപ്പെടുന്നതിന് പ്രാർത്ഥിക്കണം. പാഴാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഇങ്ങോട്ട് ഉണ്ടായി ചെയ്തുകൂടാ. എൻ്റെ അമല് എനിക്ക് ഉപകാരപ്പെടാതെ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമസ്കാരത്തിൻ്റെ ഫലം മറ്റവന് കൊടുക്കുന്ന ഹദീസിൽ വന്നിട്ടുള്ളത്. വഹും ലാ യുളമൂൻ, അന്യായം ചെയ്യപ്പെടില്ല. അല്ല, നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അല എന്ന് പറഞ്ഞൊരു ഉണർത്തലാണ്. ഇന്നലില്ലാഹി, അള്ളാഹുവിൻ്റേതാണ്, മാഫിസ് സമാവാത്തി വല്ലാതെ, ആകാശഭൂമിയിലുള്ളത് മുഴുക്കയും എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ ഇതാണ് ആകാശഭൂമികളിൽ പറഞ്ഞാൽ ഏത് കാര്യത്തിലും ഇതിൻ്റെതാണ് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത് എൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതാണ്. നമുക്കറിയില്ല, ഇതിൻ്റെ വീടാണ് പറഞ്ഞാൽ എൻ്റെ സൗകര്യത്തിന്, അല്ലേ? അങ്ങനെയല്ലേ? എൻ്റെ വാഹനമാണ് അതിൻ്റെ സൗകര്യത്തിനുള്ളതാണ്. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ പറയുക? എൻ്റേതാണ്. നമ്മൾ പൂർണ്ണമായി അത് നമ്മുടേതല്ല. അവകാശം അള്ളാഹുവിനാണ് സമ്പൂർണ്ണമായും. ഭാഗികമായുള്ളൊരു അവകാശമുള്ള നമുക്ക് നമ്മളെ സ്വത്തിലും അതിലും 15 സെൻറ്റിലും 1 ഏക്കറിലൊക്കെ പൂർണ്ണമായും സ്വത്തൊക്കെ അള്ളാഹുവിൻ്റെതാണ്. എന്നാൽ പോലും നമ്മൾ പറയുന്നത് എൻ്റേതാണ്, എൻ്റെ സൗകര്യത്തിന് ചിലവാക്കാനും ഉപയോഗിക്കാനും ഉള്ളതാണ്. ഇവിടെ അള്ളാഹ് പറയുന്നത് ആകാശഭൂമികളൊക്കെ അള്ളാഹിൻ്റെ. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹിൻ്റെ ഇഷ്ടത്തിനും അള്ളാഹിൻ്റെ സൗകര്യത്തിനും എല്ലാവരും അംഗീകരിച്ചു കൊണ്ട് ജീവിക്കണം, അവൻ്റെ നിയമം പാലിക്കണം എന്ന്. അല്ല, അറിയണം, ഇന്ന വാഴദല്ലാഹി ഹഖുൻ, അള്ളാഹുവിൻ്റെ താക്കീത്, വാഴത് അത് സത്യമാണ്. വാഗ്ദാനം എന്ന് അർത്ഥമുണ്ട്, താക്കീത് എന്ന് അർത്ഥമുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണ്, സംഭവിക്കും. വെറും വർത്തമാനം പറഞ്ഞതല്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിലെ ഭൂരിപക്ഷം ആൾക്കാരും അവരിലെ ഭൂരിപക്ഷം ആൾക്കാരും അക്കാര്യം മനസ്സിലാക്കുന്നില്ല. ഹുവ യുഹ്യി വ യുമീത്, അവനാണ് ജീവിപ്പിക്കുന്നത്, അവനാണ് മരിപ്പിക്കുന്നതും. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്ക. നിങ്ങളെ ജീവിപ്പിക്കുന്നവൻ നിങ്ങളെ മരിപ്പിക്കും, അവസാനം അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. അതൊരു താക്കീതാണ്. അപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആവർത്തിക്കണം, എനിക്ക് തൊണ്ടവേദനയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇത് വായിച്ച് മനസ്സിലാക്കണം. ബാക്കി പരിഭാഷ ഉണ്ടല്ലോ, എല്ലാവരുടെ കയ്യിൽ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ നിർഭാഗ്യവാന്മാരാകുന്ന കൂട്ടത്തിൽ നിന്ന് നമ്മളെയൊക്കെ ഒഴിവാക്കി തരുമാറാവും. അല്ലാഹ്
നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പ്രായശ്ചിത്തം കൊടുത്ത് രക്ഷപ്പെട്ടെങ്കിൽ എന്ന് പറയേണ്ടി വരുന്ന ഗതികെട്ടവരുടെ നിർഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ രേഖപ്പെടുത്തലേ രക്ഷിതാവേ. വലതു കൈയിൽ ഗ്രന്ഥം കർമ്മരേഖ നൽകപ്പെട്ടുകൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് വിളിക്കപ്പെടുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുട്ടികളെല്ലാവരെയും നീ ചേർക്കുമാറാകണേ നാഥ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.